Hello everyone, welcome to CarX. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി ഫ്രോങ്സ് ആണ്. യെസ്. ഫ്രോങ്സിനെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാച്ച് ബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഹാച്ച് ബാക്ക് അല്ല, SUV ആണോ എന്ന് ചോദിച്ചാൽ SUV അല്ല. അപ്പം ഇതിന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിലേക്കാണ് മാരുതി ഈ വെഹിക്കിളിനെ കൊണ്ടുവന്നേക്കുന്നത്. ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു കാറിന്റെ ഒരു എയറോഡൈനാമിക്കും എന്നാൽ SUV-യുടേതായ ഗ്രൗണ്ട് ക്ലിയറൻസും അങ്ങനെയുള്ള ആ ഒരു രണ്ട് കാര്യങ്ങളോടെ ചേർന്ന് വരുന്നതാണ് ഈ ക്രോസ് ഓവർ എന്ന് പൊതുവെ പറയുന്നത്. പിന്നെ ആ ഒരു ചരിഞ്ഞിറങ്ങിയ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ കാണിക്കാം, ചരിഞ്ഞിറങ്ങിയ ഒരു റൂഫ് ലൈനും ഇതൊക്കെ കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ ഒരു ക്രോസ് ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിനിപ്പോ നേരെ വണ്ടിയുടെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഒരു ബ്ലൂ കളറാണ് വെഹിക്കിളിന് നമ്മളിപ്പോ ഇന്നെടുത്ത ടെസ്റ്റ് ഡ്രൈവ് എടുത്തേക്കുന്ന വെഹിക്കിള്, അതായത് ഡെൽറ്റ പ്ലസ് 1.2 ലിറ്റർ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് ഫ്രോൺസിന് ശരിക്കും പറഞ്ഞാൽ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും വരുന്നുണ്ട്, അതായത് ടർബോ ചാർജ്ഡ് വരുന്നുണ്ട്. പിന്നെ 1.2 ലിറ്റർ അതായത് നമ്മളിപ്പോ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന എഞ്ചിൻ, അതിന് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ്, അത് 1.2-ല് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് ഈ ഇരിക്കുന്നത്, ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഡിസൈനിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമ്മുടെ ഡിസൈനിന്റെ ഭാഗമായിട്ട് പറയുമ്പോഴത്തേക്കിനും 3 സ്ലോട്ടുകളായിട്ട് വരുന്ന ഒരു DRL ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. നല്ല ഒരു വണ്ടിയുടെ ഒരു സ്പോർട്ടിനെസ് കൂട്ടുന്ന രീതിയിലാണ്, അത് നല്ല ഭംഗിയുണ്ട് കാണാന്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഹെഡ് ലാംപ്സ് വരുന്ന LED ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ സെന്ററിൽ നമുക്ക് നല്ല ഒരു വലുപ്പത്തിൽ ഈ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു മാസ്കുലിൻ ലുക്ക് തരുന്നുണ്ട് വെഹിക്കിളിന്റെ ആ ഒരു ഗ്രില്ലിന്റെ ഡിസൈനും ഒക്കെ കൊടുത്തേക്കുന്നത്, അതിന്റെ ആ ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാന്. പിന്നെ ഈ ഒരു സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്, അവര് ആ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രോം സ്ട്രിപ്പ് നടുക്കൂടെ പോകുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് വരുമ്പോഴത്തേക്കിനും ആ ഒരു എയർ ഡാമും നമുക്കിവിടെ കാണാം. പിന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ ഭാഗം എന്ന് പറയുന്നത് അത് അക്സറിയാണ്. ഇതുപോലെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആകുമ്പോൾ അവർ അതിന്റെ ആഡ് ചെയ്തേക്കുന്നതേ ഉള്ളൂ, അത് നമുക്ക് സ്റ്റോക്ക് വെഹിക്കിളിൽ വരുന്നില്ല. പിന്നെ മൊത്തത്തിലൊരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞ ഒരു പക്ക ഒരു ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ് ഓവർ ആണെന്ന് പറയുമ്പോൾ ആ ഒരു SUV-യുടെ ഒരു ഫീലും നമുക്ക് തരുന്ന രീതിയിലാണ്. കാരണം ആ ഒരു എന്താ പറയുക ഒരു പക്ക ഒരു റഫ് റഗഡ് ലുക്ക് കൂടെ നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ആ ഒരു എയറോഡൈനാമിക് ഒട്ടും കളയാത്ത രീതിയിലാണ് ഇവിടുന്ന് ആ ഒരു എയർ ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബോണറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ 2 സൈഡിലായിട്ട് ഒരു പവർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോവാം. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ തന്നെ വീലിന്റെ കാര്യത്തിലേക്ക് പറയാം. അലോയ്സ് വരുന്നത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് അലോയ്സ് വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫിനിഷ് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തത്. അതിന്റെ അലോയുടെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വന്നിട്ട് നമുക്ക് സൈസ് വരുന്നത് 16 ഇഞ്ചാണ് അലോയുടെ സൈസ് വരുന്നത്. ടയർ സൈസ് വന്നിട്ട് 195/16R16 ആണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. പിന്നെ വന്നിട്ട് 2 സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു വീൽ ആർച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വീൽ ട്രാവൽ ഒക്കെ വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തേക്കുന്ന ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അത് ഇവിടുന്ന് പാസ് ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3995 മില്ലിമീറ്റർ ആണ് ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ വീൽ ബേസ് വരുമ്പോഴത്തേക്കും 2520 mm ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ നമുക്ക് വെഹിക്കിളിന് 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് വെഹിക്കിളിന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ക്രോസ് ഓവർ ആയതുകൊണ്ട് SUV-യുടെയും എന്നാൽ കാറിന്റെയും 2 നേച്ചർ വരുന്നത്. അപ്പൊ കാറാകുമ്പോൾ അത്ര ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരത്തില്ല. അപ്പൊ ആ ഒരു സാധാരണ നമുക്കൊരു SUV-ക്കൊക്കെ ഒരു കോമ്പാക്ട് SUV-ക്കൊക്കെ വരുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. 190 mm നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. മിററിൽ ബോഡി കളേർഡ് മിറേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ വരുമ്പോൾ ഇവിടെ നമുക്ക് റൂഫ് റെയിൽ കാണാം. അത്യാവശ്യം നല്ലൊരു റൂഫ് റെയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക്
ബി പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ കുറച്ചുകൂടെ ഒരു സ്പോർട്ടി നേച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ. പിന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കിന് ആ ഒരു വീൽ ആർച്ചസ്, ആ ഒരു ക്ലാഡിംഗ് ഒക്കെ ആ ഒരു ബ്ലാക്ക് കളേഴ്സിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ഈ ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സൈഡ് ലുക്ക് ആണെങ്കിൽ പോലും. നല്ല ആ ഒരു എയറോഡൈനാമിക് ഒട്ടും വിടാതെ തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ചരിഞ്ഞിറങ്ങുന്ന ഈ ഒരു റൂഫ് ലൈൻ. ഇതാണ് ഒരു ക്രോസ് ഓവറിനും പൊതുവെ ആ ഒരു ഡിസൈൻ നമ്മൾക്ക് കാണാൻ പറ്റും. ക്രോസ് ഓവർ അല്ലെ കൂപ്പെ, അങ്ങനെ കൂപ്പെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഹൈ എൻഡ് സീരീസ് വെഹിക്കിളിനൊക്കെ കൂടുതൽ നമ്മൾ പറയുന്നത് ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു റൂഫ് ലൈൻ പോയേക്കുന്നത്. കണ്ടില്ലേ, ചരിഞ്ഞിറങ്ങി പോകുന്ന രീതിയിലാണ് റൂഫ് ലൈൻ വരുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ ബാക്ക് ഡിസൈൻ കൂടെ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമ്മുടെ ഫ്രോൺസിന്റെ റിയർ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു പക്ക ഒരു ന്യൂ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡിസൈൻ തന്നെയാണ് ബാക്കിലേക്ക് കൊടുത്തേക്കുന്നത്. കാരണം ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് ബാക്കിലേക്ക് ആ ഒരു സ്ലോപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് താഴോട്ട് പോയേക്കുവാണ്. അത് ആ എയർ ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ അത് നമുക്ക് ഗുണം ചെയ്യും. വെഹിക്കിളിന്റെ സ്റ്റെബിലിറ്റി ആണെങ്കിലും ഹയർ സ്പീഡിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ആ ഒരു ഡിസൈൻ അതുകൊണ്ടാണ് ആ രീതി വന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല സ്പോർട്ടി ലുക്ക് തന്നെ ബാക്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വെഹിക്കിളിന്. ഇപ്പോഴത്തെ പറഞ്ഞ ന്യൂ ജനറേഷൻ ലുക്സ് ആണ് വെഹിക്കിളിന് നല്ല രീതിയിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഡിസൈനിന്റെ ആദ്യം നമുക്ക് മേളിലൊരു ഷാർക്ക് ഫിന്നാറ്റിനെ വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ വേണ്ട ഇവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട്. വിത്ത് നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോർഗർ വരുന്നുണ്ട്. പിന്നെ വൈപ്പേഴ്സ് വരുന്നില്ല. നമുക്കതിന് സുസുക്കിയുടെ ഇവിടെയും നമുക്ക് ലോഗോ കാണാം. പിന്നെ ഇത് ഒരു ഫുൾ ഇത് LED ആണ്, LED ടെയിൽ ലാമ്പാണ് വെഹിക്കിളിന് വരുന്നത്. ഇത് ഇതിന് നമുക്കിപ്പം നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഈ വേരിയന്റ് 1.2 ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഇതിന് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാമ്പ് അല്ല സ്റ്റോക്ക് വരുന്നത്. പിന്നെ നമുക്ക് ആക്സസറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടോപ്പിന്റെ വേരിയന്റ് അതായത് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിന് നമുക്ക് ഇത് കണക്റ്റഡ് ലൈറ്റ്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് നമുക്ക് എക്സ്റേയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഷോറൂമിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊട്ടായിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബമ്പറിൽ. പിന്നെ ഇവിടെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ ആണ്, ഈ ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തൊട്ട് താഴെ കാണുന്ന ഈ റെഡിന്റെ ആയിട്ട് കാണുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റ് ഭാഗം നമുക്ക് ഇത് അക്സറിയുടെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് സ്റ്റോക്ക് വെഹിക്കിളിന് വരുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ബാക്കിലെ ഒരു ഡിസൈനിന്റെ കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ നമുക്ക് ഇനിയിപ്പം ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. 308 ലിറ്റേഴ്സ് ആണ് ബൂട്ട് വരുന്നത്. നല്ല നമുക്ക് 1, 2, 3 പെട്ടിയൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഒരു ഹുക്ക് വരുന്നുണ്ട്. ലൈറ്റ്സ് ഒന്നും വരുന്നില്ല നമുക്കിവിടെ. ഒരു സൈഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്തെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീല് നമുക്ക് ഇതിന്റെ അടിയിലാണ് വരുന്നത്. സ്പെയർ വീല്. യെസ്, അപ്പൊ നമുക്കിനി നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫ്രോൺസിന്റെ 1.2 ലിറ്റർ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു ഡാഷിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഒരു ഡ്രോബാക്കും നമുക്ക് കാണാനില്ല. പിന്നെ ഒരു നല്ലൊരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ ഒരു ഡാഷിന്റെ ഒരു മുകൾ ഭാഗം കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇങ്ങനെയൊക്കെ ഇറങ്ങി വരുന്ന രീതിയിൽ സിൽവർ ഫിനിഷ് കൊടുക്കുന്നത്. അത് ഇവിടെ ഈ സൈഡിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഒരു ഗൺമെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗൺമെറ്റൽ ഗ്രേ, അതൊരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഒരു 3 അല്ല 4 കളർ കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക്, സിൽവർ, ഗൺമെറ്റൽ ഗ്രേ, പിന്നെ വേണ്ട തൊട്ട് ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് വൈൻ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മുടെ സീറ്റിലാണേലും ആ ഒരു ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ ആ ഒരു കളറും പിന്നെ ഒരു ബ്ലാക്കും കൂടെ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ വലിയൊരു സ്ക്രീൻ, ഒരു 7 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ ആണ്. അത് നല്ല റേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല ഒരു ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഒക്കെ ആണെങ്കിലും നല്ല ഒരു ആക്യുറസി ഒക്കെ ഉള്ള രീതിയിലാണ് റെസ്പോൺസീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് വരുന്നുണ്ട്. MD ആവറേജ് മൈലേജ് അങ്ങനെയുള്ള റേഡിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ തൊട്ട് താഴെ ആ ഒരു 2 ചെറിയ AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു എയർ ഫ്ലോ ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഹസാർഡ് സ്വിച്ചസ് കാണാം. പിന്നെ ഈ ഒരു നടുഭാഗത്ത് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു കാർബൺ ഫിനിഷ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. ഒരു സ്പോർട്ടി നേച്ചർ നമുക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിളിന് വരുന്നത്. അതിന്റെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ടോഗിൾ സ്വിച്ചസ് കാണാം. നമുക്കിവിടെ ഫാൻ സ്പീഡ് കൂട്ടുന്നതും പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ 2 ടോഗിൾ സ്വിച്ചസിലാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല നീറ്റ്ലി ആണ് കൊടുത്തേക്കുന്നത്. തൊട്ട് താഴെ ഫിസിക്കൽ സ്വിച്ചസും കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. അത് നല്ല സിൽവർ ഫിനിഷിൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ മൊബൈലൊക്കെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ USB പോർട്ട് വരുന്നുണ്ട്. ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില്. പിന്നെ നമ്മളിപ്പോ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നതും ഓട്ടോമാറ്റിക് ആണ്, AGS ആണ്, 5 സ്പീഡ് AGS ആണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഗിയർ ലിവറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഹാൻഡി ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തത്. നല്ല ചെറിയ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഗിയർ ലിവർ ഒന്നും അല്ല. നല്ല രസമുണ്ട് അത് കാണാനാണ്. അല്ല അതിന്റെ ചുറ്റിനും നല്ല ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു നോർമൽ ഹാൻഡ് ബ്രേക്സ് ആണ് വന്നേക്കുന്നത്. ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് ബാക്കിൽ നിന്ന് നമുക്ക് ആളുകൾക്ക് ഇരിക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫോണോ അല്ലെ എന്തെങ്കിലും ചെറിയ കീസ് ആപ്പോ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനിയിപ്പോ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഇവിടെ നമുക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. ഇത് ലെതർ റാപ്ഡ് ഒന്നുമല്ല, നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ബ്ലാക്ക് ഫിനിഷിൽ നല്ല ഭംഗിയുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ഒക്കെ കൊടുത്തേക്കുന്ന അനലോഗ് ആണ്. പിന്നെ നടുക്ക് നമുക്കൊരു MID സ്ക്രീൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഈ പറഞ്ഞ ഗിയർ ഇൻഡിക്കേഷന്, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ട്രാക്ഷന്റെ ഓൺ ഓഫ് സ്വിച്ച് കാണാം. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ സ്വിച്ച് കാണാം. ഹെഡ് ലാമ്പ് ലെവലർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഗ്ലൗ ബോക്സ് നമുക്ക് നോക്കാം. ഗ്ലൗ ബോക്സ് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സ്റ്റോറേജ് നമുക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മിറർ ഒക്കെ ആണെങ്കിലും നോർമൽ മിറേഴ്സ് ആണ്, ഓട്ടോമാറ്റിക് അല്ല കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. 2 റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് ഇതില്. ഇനി ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ ഫയൽസ് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ മേളിലും ആ ഒരു ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വൈൻ റെഡ് അല്ലെങ്കിൽ ആ ഒരു പർപ്പിൾ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഡോറിലും, വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. ഈ ബ്ലാക്കും ഈ ഒരു വൈൻ റെഡ് കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇന്റീരിയറിലേക്ക് കയറുമ്പോഴത്തേക്കിനും. ഇനിയിപ്പോ നമുക്ക് ഫ്രണ്ടിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നേരെ ബാക്കിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇപ്പൊ നമ്മുടെ ഫ്രോങ്സിന്റെ ബാക്ക് സീറ്റിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടെ ഇപ്പൊ നമുക്ക് എടുത്തു പറയാനുള്ള ഈ ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. സീറ്റിംഗ് വന്നിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടത് കണ്ടില്ലേ, നല്ല നീ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് നല്ലൊരു നീ റൂം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും വലിയ കുഴപ്പമില്ല. നമുക്കൊരു 4 ഫിംഗറിന്റെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. എന്റെ ഒരു ഹൈറ്റിനൊക്കെ ഞാനൊരു 5'8" ആണ്. ഈ ഒരു ഹൈറ്റിലൊക്കെ ഒരു 4 ഫിംഗേഴ്സ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്യാപ്പ് എന്നുണ്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ ഇപ്പൊ ബാക്കിലേക്ക് AC വെന്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ താഴെ ഇവിടെ ചെറിയ രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ ഇവിടെ നമുക്കൊരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ നമുക്ക് ഒരു ചെറിയ ഫോൺ എന്തെങ്കിലും വെക്കാവുന്ന രീതിയിൽ അവിടെയും ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഫ്രണ്ടിൽ കാണിച്ച പോലെ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ്, ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് യൂട്ടിലിറ്റി അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ. 3 പേർക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിലൊരു സെൻട്രൽ ടണൽ വരുന്നുണ്ട്.
എങ്കിലും വലിയ സൈസ് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഒരു നീ റൂം ഒക്കെ കിട്ടുന്നതുകൊണ്ട് ആ ഒരു കംഫോർട്ടിന് കുഴപ്പം വരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3 ഹെഡ് റെസ്റ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ബാക്കിലത്തെ ഡോർ പോക്കറ്റ്സിൽ നമുക്ക് ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട് വെഹിക്കിളിന്. ബാക്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ആയതുകൊണ്ട് നമുക്ക് ഒരു ക്രാംഡ് ഫീൽ ഒന്നുമില്ല. നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഷോൾഡർ ലൈൻ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് കൈ ഒത്തിരി റേസ് ചെയ്ത് വെക്കുന്ന രീതിയിൽ നമ്മുടെ നല്ല വ്യൂ കട്ടാവുന്ന രീതിയിലോ അങ്ങനെയുള്ള ആ രീതിയിലൊന്നും അല്ല കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ല ആ ഒരു ഗ്രീൻ ഹൗസ് ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ടാണ്, നമുക്ക് നല്ല വിസിബിളുമാണ്. അപ്പം ബാക്കിലത്തെ കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫ്രോൺസിന്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് സ്പെക്കും കാര്യങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് 1.2 ലിറ്റർ അഡ്വാൻസ്ഡ് കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ്. ഇതിന്റെ പവർ ഫിഗേഴ്സ് വന്നിട്ട് നമുക്ക് 89.73 വേണേ നമുക്ക് 90 എന്ന് പറയാം. 90 PS പവറും 113 Nm ടോർക്കുമാണ് നമുക്ക് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല ഒരു പവർ ഫിഗേഴ്സും ആണ്. നമുക്ക് ഒരു 1.2 ലിറ്ററിൽ, പിന്നെ ഇത് 4 സിലിണ്ടർ എഞ്ചിനും ആണ്. നല്ല ഒരു പവർ ഡെലിവറി നമുക്ക് തരുന്നുണ്ട് വെഹിക്കിള്. അത്യാവശ്യം ഞാനിപ്പം നമ്മൾ ഈ ഡ്രൈവിനായിട്ടൊക്കെ എടുത്ത് നമ്മൾ ഷോറൂമിൽ നിന്നൊക്കെ വരുന്ന വഴിയിലൊക്കെ ആണെങ്കിലും നമ്മൾ അത്യാവശ്യം സ്ട്രെച്ച് ഒക്കെ യൂസ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ റോഡിലൊക്കെ ചെയ്ത് പോരുമ്പോഴാണെങ്കിലും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിൽ ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മളിപ്പോ എടുത്തേക്കുന്ന മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. AGS ആണ്, 5 സ്പീഡ് AGS ആണ് നമുക്ക് വരുന്നത്. AGS നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങ് ലാഗ് പറയാനില്ല. എങ്കിലും AGSന്റേതായ ചെറിയൊരു ലാഗും കാര്യങ്ങളും ഉണ്ട്. എന്നാലും അങ്ങ് ഭീകര ലാഗ് അല്ലെങ്കിൽ നമ്മളിപ്പോ മറ്റുള്ള വെഹിക്കിളൊക്കെ കാണുന്ന ചിലർ പറയാറുണ്ടോ AMT ഭയങ്കര ലാഗ് ആയിരുന്നു, അങ്ങനെയുള്ള ലാഗും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് റോഡിൽ കൊടുക്കുന്ന അനുസരിച്ച് തന്നെ ഗിയർ ഷിഫ്റ്റ് ആയി വരുന്നതൊക്കെയുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് സസ്പെൻഷന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ വരുന്നത് മക്ഫേർസൺ സ്റ്റഡ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ബാക്കിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പ് ആണ്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല മാനുവറിറ്റി ഉള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും നല്ല സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് ഒരു ഫീഡ്ബാക്ക് ആണെങ്കിൽ നല്ല ഒരു ഫീൽ തരുന്ന രീതിയിലാണ്. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഒട്ടും അങ്ങനെ ഭയങ്കര ഒരു ടൈറ്റ് സ്റ്റിയറിംഗോ അങ്ങനൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ABS, ഡ്യുവൽ എയർ ബാഗ്സ്, ESP അങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡേർഡുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ഈ 1.2 ലിറ്റർ ഡെൽറ്റ പ്ലസ് വേരിയന്റ്, ഈ ഒരു വേരിയന്റ് ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് ഒരു വാല്യൂ ഫോർ മണിയാണ്. കാരണം ഇതൊരു ഹൈ എൻഡ് വേരിയന്റ് അല്ല. ഈ 1.2 ലിറ്റർ എഞ്ചിൻ നിങ്ങൾക്ക് ഈ ഒരു ഡെൽറ്റ പ്ലസ് വേരിയന്റ് വരെ ഉള്ളൂ. പിന്നെ ഇതിന്റെ മേളിലോട്ട് പിന്നെ നമുക്ക് ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനെ വരുന്നുള്ളൂ, അതായത് 1 ലിറ്റർ ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ പിന്നെ നമുക്ക് വരുന്നത്. അത് ടർബോ ചാർജ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ നോക്കുന്നവർക്ക് ഞാൻ നോക്കിയിട്ടൊരു നല്ല ഒരു പാക്ഡ് ആണ്. കാരണം ഈ വെഹിക്കിളിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LED ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വെഹിക്കിളിന് ഓൺ റോഡ് പ്രൈസ് ഞാനിപ്പോ ജസ്റ്റ് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1090 നമുക്ക് ഓൺ റോഡ് ഈ വെഹിക്കിൾ ഇപ്പം നമുക്ക് ഇറക്കാൻ പറ്റും, ഓൺ റോഡ് പ്രൈസ്. പിന്നെ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഈ ഓടിക്കുന്ന ഈ വേരിയന്റ് ഓൺ റോഡ് നമുക്ക് 10,90,000 നമുക്ക്, അത് പക്ഷെ ഒരു നല്ല ഒരു പ്രൈസ് ബ്രാക്കറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ ആ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ കാരണം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഫ്രോങ്സിനെ പറ്റി പറയുമ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഡ്രൈവ് ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കാര്യം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ പറയണം. കാരണം അത്യാവശ്യം നല്ല മൈലേജ്, സിറ്റിയിൽ എനിക്ക് ഇന്ന് രാവിലെ ഒക്കെ ആണെങ്കിൽ എനിക്കൊരു 13-14 റേഞ്ച് ഒക്കെ എനിക്ക് മൈലേജ്. കാരണം നമ്മൾ അത്യാവശ്യം
ഇച്ചിരി സ്പീഡിലൊക്കെ ഓടിച്ച് വരുമല്ലോ. അപ്പൊ ആ ഒരു എല്ലാ രീതിയിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ എന്നിട്ട് പോലും എനിക്കൊരു 13-14 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. അപ്പം ഓഫ് കോഴ്സ് നമുക്ക് ഹൈവേയിലൊക്കെ എങ്ങനെ പോയാലും ഒരു 20+ ഒക്കെ മൈലേജ് ഈ വെഹിക്കിൾ തരും. പിന്നെ അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫ്രോങ്സിന്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പോപ്പുലർ നെക്സ ഷോറൂം ആണ് നമ്മുടെ പാലാരിവട്ടത്തുള്ള. നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, പിന്നെ നെക്സയിലുള്ള ഏത് വെഹിക്കിളിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പെർട്ട് റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടുള്ള ഹൈക്കസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വേണമെങ്കിലും ഒക്കെ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.